ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 1.5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോവാണ്. ഞാനും ആശുക്കുട്ടും മാത്രമാണ് ഇപ്പോൾ പോകുന്നുള്ളൂ. ഹരിയേട്ടൻ പിന്നീടാണ് വരുന്നത്. ഈ വീഡിയോ എടുക്കുമ്പോഴേ എനിക്ക് ഒട്ടും സൗണ്ട് ഇല്ല കേട്ടോ. ഞാൻ കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട്. ഞങ്ങൾ വന്നിട്ട് തന്നെ ഒരാഴ്ചയായിട്ടോ. പക്ഷെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടിൽ കാത്തിരിക്കുകയാണ്. കുറച്ചധികം നേരം കാത്തിരിക്കേണ്ട വന്നു കേട്ടോ. എനിക്കെപ്പോഴും ഡേ ടൈം ട്രാവൽ ചെയ്യുന്നേക്കാളും ഇഷ്ടം നൈറ്റാട്ടോ. അതാവുമ്പോൾ ഒരുറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ നാടെത്തൂലോ. അപ്പോൾ ഇനി നമുക്ക് ഹൈദരാബാദ് ചെന്നിട്ട് വേണം പോകാൻ. ഇത്തവണ കണക്ഷൻ ഫ്ലൈറ്റാണ്. അങ്ങോട്ട് പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കണക്ഷൻ ഫ്ലൈറ്റിൽ പോകുന്നത് കേട്ടോ. ആശുക്കുട്ടൻ പിന്നെ പതിവ് കലാപരിപാടിയായിട്ടുള്ള ഡ്രോയിങ്ങിലേക്ക് കടന്നു. അവൻ എവിടെ പോയാലേ അവന് വരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതും കേട്ടോ. കുറച്ച് സമയം കിട്ടിയാൽ പിന്നെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാമല്ലോ. നമുക്കും അങ്ങനെ മുഷിപ്പൊന്നുമില്ല കേട്ടോ. അവൻ അവൻ്റെ ലോകത്ത് ഇങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ഒരു ലോങ് ഡേ ഓഫ് എയർപ്ലെയിൻ ട്രിപ്പ് എയർപോർട്ടിൽ നിന്നിട്ടില്ലേ. നമ്മൾ ട്രാവൽ ചെയ്തു UAE-ന്ന് ഇന്ത്യയിലേക്ക്. അതാണ് ഒരു ഫ്ലൈറ്റും കൂടി കയറാൻ, അതിനെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഹൈദരാബാദ് എത്തിയിട്ടോ. ഇവിടെ വന്നപ്പോൾ കുറച്ചധികം കറങ്ങേണ്ട വന്നു. കാരണം ലഗേജ് എല്ലാം കളക്ട് ചെയ്ത് വീണ്ടും ചെക്ക് ചെയ്യേണ്ട വന്നു കേട്ടോ. അത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. ഇവിടെ വന്നിട്ട് പിന്നെ ഒരു 2-2.5 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വന്നു. അതിന് ശേഷമാണ് പിന്നെ കൊച്ചിയിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. നമ്മൾ എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ എത്താറാവുമ്പോഴേ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ നാടൊക്കെ ഇങ്ങനെ കാണും. പിന്നെ അച്ഛനും അമ്മയും പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് ഓർക്കുമ്പോഴേ ആ സന്തോഷം അങ്ങ് കൂടും കേട്ടോ. ആ ഒരു പ്രത്യേക അനുഭവമാണ്, നമുക്കത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനെ ഫൈനലി നമ്മൾ നാട്ടിലെത്തിയിട്ടോ. ഇനി നമുക്ക് പാലക്കാട് വീട്ടിലേക്ക് പോകണം. അപ്പോൾ പാലക്കാടമ്മ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതുകൊണ്ട് അമ്മയോട് പിന്നെ പ്രത്യേകിച്ച് വരണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇറങ്ങി ഒരു മസാല ദോശയൊക്കെ കഴിച്ചു നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. ാട്ടാ എന്താണെന്നറിയോ അമ്മ, സീനന്നയ്ക്ക് ആശുക്കുട്ടൻ ഗിഫ്റ്റ് എടുത്താന്നറിയോ? ആ യുദ്ധം അവിടെ നടന്നിട്ടേ ഞങ്ങളാകെ വിളിച്ച ഒരാൾ ഈ കൊച്ചു മാത്രം. സീനന്ദേ താങ്ക് യു ട്ടാ. താങ്ക് യു. മിഠായി എടുത്ത് കൊടുക്കപ്പാ. മോനത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വാട്ടാ. മിഠായിയൊക്കെ കൊടുക്ക്. അതൊക്കെ കൊടുക്ക്, എല്ലാം കൊടുക്ക്.
അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നല്ല ടയേർഡായിരുന്നു കേട്ടോ. പിന്നെ വേഗം കുളിച്ച് നല്ലൊരു സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. അമ്മ സദ്യയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ 2 മാസം പാലക്കാടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.